സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരുന്ന എപ്പിസോഡുകളിലെല്ലാം നന്ദൻ്റെ കള്ളത്തരമൊക്കെ കയ്യോടുകൂടി എല്ലാവരും കണ്ടുപിടിക്കുകയും അതിന് നന്ദന് നല്ല രീതിയിൽ തന്നെ ഉപദേശിക്കുകയും സിദ്ധാർത്ഥൻ്റെ ഇന്ന് നന്ദന് നല്ല അടി കിട്ടുകയൊക്കെ ചെയ്യുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ദേവികയാണെങ്കിൽ ശാരികയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കാനായിട്ട് രാധികയുടെയും മാധവൻ്റെയും കൂടെ ശാരികയുടെ വീട്ടിലേക്ക് ചെന്നേക്കാണ്. ആ സമയത്ത് ശാരിക കോളേജിൽ നിന്ന് വന്നു കഴിയുമ്പം ഈ രാധികേനോട് ദേവിക നേരത്തെ തന്നെ പറയുന്നുണ്ട്, അമ്മ ഒന്ന് ചോദിക്കണ്ട, ഞാനെല്ലാം തന്ത്രപരമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാമെന്ന്. പക്ഷേ രാധികയ്ക്കാണെങ്കിൽ അതൊന്നും കേട്ട് സഹിച്ച് നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ശാരികയെ കണ്ടതും ഈ രാധികയാണെങ്കിൽ ഓരോന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ശാരികയ്ക്കാണെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണേന്നൊന്നും മനസ്സിലാവണമില്ല. ശാരിക ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെ പറയണേ, എന്താ കാര്യം, എന്താണെങ്കിലും തുറന്നു പറ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതൊന്നുമില്ല ശാരി, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന്. ആ സമയത്ത് മാധവനും പറയുന്നുണ്ട്, എന്തായാലും മോള് പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ, എന്നിട്ട് ദേവിക മോളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അപ്പം മോൾ അതിന് കൃത്യമായ മറുപടി പറഞ്ഞാൽ മതി. ആ സമയത്ത് ശാരികയ്ക്ക് വീണ്ടും സംശയമാവുന്നുണ്ട്. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, ചന്ദ്രോത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി എന്താ ആകെ വിഷമിച്ച് വെക്കണേന്ന് ചോദിക്കുമ്പം ചന്ദ്രോത്ത് പ്രശ്നമൊന്നുമില്ല, നീ അതൊന്നും അന്വേഷിച്ച് തല പുകയ്ക്കണ്ട, എന്തായാലും നിൻ്റെ കാര്യത്തിലെ ഇപ്പോൾ തലവേദന എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ രാധികയാണെങ്കിൽ ശാരികയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടാതിരി, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം, അമ്മ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് ശാരികയെ റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് ശാരിക പോയി ഫ്രഷായി വന്നതിന് ശേഷം ഈ ദേവികയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി നന്ദേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഈ ദേവികയാണെങ്കിൽ ഇനി ശാരികേനെയും വീട്ടിലുള്ളവരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, ഈ ഇസബെല്ലുമായിട്ടുള്ള ആ വീഡിയോ കണ്ടതിന് ശേഷവും ചേച്ചി നന്ദേട്ടനുമായിട്ട് ഒരു പ്രശ്നമില്ലേന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ആ വീഡിയോയൊന്നും ഞാൻ വിശ്വസിക്കണില്ല ശാരികയെ, എനിക്ക് നന്ദുവിനെ അറിയാലോ, അതുപോലെ തന്നെ നന്ദുവിന് എന്നെ അറിയാം, പിന്നെ എന്തിനാണ് ഞാൻ സംശയിക്കണേന്ന്. അപ്പോൾ ശാരിക അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, ആ വീഡിയോ കണ്ടിട്ടും ചേച്ചിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലേ, നന്ദേട്ടനോടൊരു ദേഷ്യവും തോന്നിയില്ലേ എന്ന് പറയുമ്പം ദേവികയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ദേവിക ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ഇസബെല്ല ചന്ദ്രോത്ത് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവും. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞ്, അങ്ങനെ ഒരു പ്രശ്നമില്ല, ഞങ്ങളുടെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല, എന്നാൽ ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി പറ, ഇസബെല്ല ചന്ദ്രോത്ത് വരാൻ തുടങ്ങിയതിന് ശേഷം ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ല, ചേച്ചി വളരെ ഹാപ്പിയാണെന്ന് എന്നാൽ ഞാൻ വിശ്വസിക്കാമെന്ന്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, നീ പറയുന്നത് നേരെ ശാരിക, ഇസബെല്ല വരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അത്ര സന്തോഷത്തിലൊന്നുമല്ല, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അതൊന്നും പറയാനല്ല, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണെങ്കിലും ചേച്ചിക്ക് എന്നോട് തുറന്ന് ചോദിക്കാൻ പാടില്ലേ, അതിന് ചേച്ചി ഇങ്ങനെ വളഞ്ഞു ചുറ്റണേ എന്തിനാന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, നവീനുമായിട്ടുള്ള നിൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നേന്ന്. ആ സമയത്ത് ശാരികയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട്, അത് പറഞ്ഞപ്പോൾ എന്താ നിൻ്റെ മുഖത്തൊരു മാറ്റം, നിനക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പം അത് ചേച്ചി എൻ്റെ പഠിത്തമൊക്കെ കഴിയട്ടെ, എന്നിട്ട് എനിക്കൊരു ജോലിയൊക്കെ ആയിട്ട് ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണുള്ളൂ, അല്ലാതെ നിനക്കൊരാളുമായിട്ട് പ്രണയം ഉള്ളത് കൊണ്ടല്ലേ എന്ന് ദേവിക ചോദിച്ചതും ശാരികയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. ആ സമയത്ത് ശാരിക ദേവികയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയോട് ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കണം. ആ സമയം ശാരിക പറയുന്നുണ്ട്, ചേച്ചി കേട്ടത് നേരെ, എനിക്കൊരാളെ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ നവീനുമായിട്ടുള്ള വിവാഹത്തെ എതിർക്കണേന്ന്. അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ശാരി പറയണേ, എന്നാൽ പിന്നെ വിവാഹം തീരുമാനിച്ച സമയത്ത് നിനക്കിത് തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ, ഇപ്പം എത്ര പേരാ ഇതിൻ്റെ പേരിൽ മോശക്കാരാവാൻ പോണേ. ശാരിക അത് കേട്ടതും ദേവികയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അന്ന് തൊട്ടേ ചേച്ചിയോടൊക്കെ പറഞ്ഞതല്ലേ എനിക്കിപ്പോൾ വിവാഹം വേണ്ടാന്ന്, അപ്പം നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചല്ലേ നവീനെ പെണ്ണ് കാണാനൊക്കെ വരുത്തിയത്, അന്നും ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വിവാഹം ഇപ്പോൾ വേണ്ടാന്ന്, പക്ഷെ നിങ്ങളതാരും കേട്ടില്ലല്ലോ, എന്നിട്ടിപ്പോൾ നിങ്ങളെന്നെ കുറ്റം പറയണേ എന്തിനാന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, നിനക്കിപ്പോൾ വിവാഹം വേണ്ടെന്നല്ലേ നീ പറഞ്ഞോളൂ, അല്ലാതെ നിനക്കൊരാളെ ഇഷ്ടമാണെന്നുള്ള വിവരം നീ ഞങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെച്ചില്ലേ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ മറച്ചു വെച്ചത് വേറെ ഒന്നുകൊണ്ടും അല്ല, ഇവിടെ ആകെ പ്രശ്നങ്ങളല്ലായിരുന്നോ, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരാളുമായിട്ട് പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞാൽ
അതിൻ്റെ പേരിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം തന്നെ കണ്ടില്ലേ, അമ്മ അതൊന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അമ്മയുടെ ഈ കാര്യമൊക്കെ പേടിച്ചിട്ടാണ് ഞാനത് പറയാതെ ഇരുന്നേന്ന്. പിന്നീട് ദേവിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എങ്ങനെ ഭാർഗവി ആൻറ്റിയുടെയൊക്കെ മുഖത്ത് നോക്കും. അല്ലെങ്കിൽ തന്നെ ഭാർഗവി ആൻറ്റി മുന്നേ തന്നെ ഇത് ഗൗരിയോട് പറഞ്ഞതാ, നിനക്ക് ആരെങ്കിലുമായിട്ട് പ്രണയബന്ധം ഉണ്ടാകുമെന്ന്. അന്ന് ഗൗരിയും ഒക്കെ അതിനെ ശക്തമായി എതിർത്തു. എന്നിട്ടിപ്പോൾ നീ തന്നെ അത് സത്യമാക്കിയില്ല മോളേന്ന്. അത് കേട്ടതും ശാരിക പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ചേച്ചി അറിഞ്ഞില്ലേ, ഇനിയെങ്കിലും ആ നവീനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് നമ്മൾ പിന്മാറണയല്ലേ നല്ലതെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്തായാലും നീ പ്രണയിക്കുന്ന ആളാരാന്ന് പറയാൻ. അന്നേരം ശാരികയാണെങ്കിൽ അത് പറയാനൊന്നും കൂട്ടാക്കണില്ല. ശാരിക പറയുന്നുണ്ട്, ഇപ്പം അത് പറയാൻ പറ്റിയ സമയമല്ല, സമയമാകുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാം. അത് മാത്രമല്ല, അയാളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരുകയും ചെയ്യാമെന്ന്. ഇത് കേട്ടതും രാധികയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ രാധിക ശാരികയെ തല്ലാനായിട്ട് വരുമ്പം ദേവിക പറയുന്നുണ്ട്, അമ്മ ഇതെന്ത് കാണിക്കണം, അമ്മ നനങ്ങാതിരിക്കുന്നും പറഞ്ഞ് രാധികയെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലേനെയാണ്. കെവിനും ഉണ്ട് കൂടെ. കെവിനോട് ഇസബെല്ല പറയുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും ദേവികയിൽ നിന്ന് നന്ദനെ അകറ്റണം, എന്നിട്ട് എനിക്ക് നന്ദനെ സ്വന്തമായിട്ട് വേണം. പണ്ട് തൊട്ടേ ഞാൻ ആഗ്രഹിച്ചതാണ് നന്ദൻ്റെ കൂടെ ഒരു ജീവിതം. അതിൻ്റെ ഇടയിലേക്കാണ് ദേവിക ഒരു തടസ്സമായിട്ട് വന്നത്. പിന്നീട് അവനൊക്കെ അവളോട് സഹതാപം കൊണ്ട് അവളെ അവൻ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പം ഞാൻ വീണ്ടും നന്ദൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നന്ദൻ്റെ കൂടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അതിന് കെവിൻ എന്നെ സഹായിക്കുമെന്ന്. അത് കേട്ടതും കെവിൻ പറയുന്നുണ്ട്, അതിനെന്താ ബെല്ലയ്ക്ക് എന്ത് കാര്യം വേണമെങ്കിലും എന്നോട് പറയാൻ ഞാൻ ബെല്ലയുടെ കൂടെ തന്നെ ഉണ്ടാവുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ ചന്ദ്രത്തേക്ക് വരാണ്. ചന്ദ്രമതിയെ കണ്ടതും പ്രഭാവതി, ആ ചന്ദ്രമതിയോ നിന്നെ എത്ര കാലമായിട്ട് കണ്ടിട്ടെന്ന് പറയുമ്പം അതെങ്ങനെയാ, പ്രഭയ്ക്ക് ഇപ്പോൾ ഭയങ്കര തിരക്കല്ലേ, പണ്ടത്തെ കൂട്ടല്ലല്ലോ, പ്രഭ ഇപ്പം എല്ലാം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുമല്ലോ എന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു, ഇപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്, അത് നിങ്ങൾ വരുത്തി കൂട്ടുന്ന പ്രശ്നമല്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചതും പ്രഭാവതി പറയുന്നുണ്ട്, അതെന്താ ചന്ദ്രമതി നീ അങ്ങനെ പറയണേ, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ. പ്രഭേ, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല, ഞാൻ നന്ദനെ ഉദ്ദേശിച്ചത്. നന്ദൻ്റെ പോക്ക് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നണില്ല. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അതെന്താ ചന്ദ്രമതി അങ്ങനെ പറയുമെന്ന് ചോദിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ നന്ദനെയും ഇസബല്ലേനെയും ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു, അതത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അതിനെന്താ ചന്ദ്രമതി, അവർ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, അപ്പോൾ പിന്നെ അവർ പല സ്ഥലത്തും പോയിന്നിരിക്കൂലേ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഹോട്ടലിൽ റൂം എടുത്താണോ കമ്പനിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യണേ, അത് കമ്പനിയിൽ വെച്ചല്ലേ ചർച്ച ചെയ്യണേ, പ്രഭ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കണേ. അത് മാത്രമല്ല, അവിടെ വെച്ച് ഐസബെല്ല എന്നോട് വളരെ മോശമായി തന്നെ പെരുമാറിയത്. ഞാൻ നന്ദനെ വിളിച്ചുകൊണ്ട് പോരാൻ ഒരുങ്ങിയപ്പം അവൾ നന്ദനെ എൻ്റെ കൂടെ വിട്ടുമില്ല, അതുപോലെ തന്നെ എന്നെ റൂമിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഇതേ സമയം നമ്മളുടെ നന്ദനാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. നന്ദൻ വരുന്നത് ചന്ദ്രമതിയോ പ്രഭാവതിയോ കാണുന്നില്ല. ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, നന്ദൻ്റെ ഇപ്പോഴത്തെ പോക്ക് തടയണം പ്രഭേ, നന്ദനെ നേരായ മാർഗത്തിലൂടെ നടത്തണമെന്ന്. ഇത് കേട്ടുകൊണ്ട് വന്ന നന്ദനാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മകളെ നേരായ വഴിയിലൂടെ നടത്തിയിരുന്നെങ്കിൽ നിങ്ങളുടെ മകളിപ്പോൾ ഇത്ര പെട്ടെന്ന് മരിക്കില്ലായിരുന്നു, എന്നെയല്ല നിങ്ങൾ നേർമാർഗം കാണിക്കേണ്ടതെന്ന്. അത് കേട്ടതും ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. വേഗം തന്നെ പ്രഭാവതി, നന്ദ നീ എന്തൊക്കെയാ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മ, ഇവർ പറഞ്ഞത് അമ്മ കേട്ടില്ലേ, എൻ്റെ പോക്ക് ശരിയല്ല എന്ന്, എന്നെയും ഇസബല്ലേനെയും ചേർത്ത് ഇവരെന്തൊക്കെയാണ് പറയണേന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അത് പിന്നെ നിന്നെയും ബല്ലേനെയും ചന്ദ്രമതി ഹോട്ടലിൽ വെച്ച് കണ്ടതുകൊണ്ടല്ലേ. ആ സമയത്ത് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ ഞാൻ പോവുക പ്രഭയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ വന്നതും ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് പോകണ കണ്ടിട്ട്, എന്താ ചന്ദ്രമതി നീ എന്തിനാ കരയണേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല സിദ്ധു, ഞാൻ പോവുക, ഞാനിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പോകുന്നുണ്ട്. ഇതേ സമയം പ്രഭാവതി നന്ദനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ നന്ദ ഈ പറഞ്ഞ, ചന്ദ്രമതിക്ക് എത്ര വിഷമമായി എന്നറിയുമോ എന്ന് ചോദിക്കുമ്പം, അവരപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞതിനൊന്നും അമ്മയ്ക്ക് കുഴപ്പമില്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ചന്ദ്രമതി പറഞ്ഞതിനാണോ കുറ്റം, നീയും ഇസബല്ലയും തമ്മിലുള്ള വീഡിയോയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച് എല്ലാവരും കണ്ടതല്ലേ, പിന്നെ എല്ലാവരും അങ്ങനെയല്ലേ ധരിക്കുള്ളൂ എന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, എന്നെയും ബല്ലേനെയും അമ്മ അങ്ങനെയാണോ കണ്ടേക്കണേന്ന് ചോദിക്കുമ്പം, അതൊരിക്കലും അങ്ങനെയല്ല മോനെ, നീയും ബല്ലേയും തമ്മിലുള്ള അടുപ്പത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് എനിക്കും നിനക്കും അല്ലേ അറിയാവുള്ളൂ, പുറത്തുനിന്ന് നോക്കണവർക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ സംശയിക്കുമെന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, ആര് സംശയിച്ചാലും വേണ്ടില്ല, എനിക്കതൊന്നും കുഴപ്പമില്ല. ആ സമയത്താണ് സിദ്ധാർത്ഥന അങ്ങോട്ട് വരുന്നത്. സിദ്ധാർത്ഥന അങ്ങോട്ട് വന്നതും
നന്ദനോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രമതി എന്തിനാ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയെന്ന് ചോദിക്കുമ്പം പ്രഭാവതി ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഇതിപ്പോൾ സിദ്ധു അറിഞ്ഞല്ലോ എന്നുള്ള മട്ടിൽ. അത് വേറെ ഒന്നുമില്ല സിദ്ധു എന്ന് പറഞ്ഞതും, അതല്ല ഞാൻ ഇവനോടാ ചോദിച്ചാൽ ഇവനെന്തെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ ചന്ദ്രമതി ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയെന്ന് ചോദിക്കുമ്പം അതച്ചാൽ അവരെൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അവർ വളർത്തിയ മോക്കടെ പോക്ക് ശരിയല്ലാതിരുന്നുകൊണ്ടാണ് മോള് പെട്ടെന്ന് തന്നെ മരിച്ചു പോയെന്ന്. അത് കേട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് അവർ കരഞ്ഞുകൊണ്ട് പോയെന്ന്. കേട്ടതും സിദ്ധാർത്ഥൻ ദേഷ്യത്തോടുകൂടി കൈ നിവർത്തി നന്ദൻ്റെ ചെകിട് നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ എന്നെ തല്ലിയെന്ന് ചോദിക്കുമ്പം നീ ആരോട് എന്താ പറയണേന്നൊന്നും നിനക്ക് അറിയില്ലേടാ പ്രഭേ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടും നീ അതിനൊക്കെ സമ്മതിച്ചു കൊടുത്തോ, ഇതെന്താ പ്രഭേ നീ ഇപ്പം ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അതാ സിദ്ധു നന്ദുവിനപ്പോൾ ദേഷ്യം വന്നിട്ട് നന്ദൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ, അത് ചന്ദ്രമതിക്ക് ഭയങ്കര വിഷമമായി, അതാ ചന്ദ്രമതിക്ക് അറിഞ്ഞുകൊണ്ട് പോയെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നിൻ്റെ പോക്ക് ഇപ്പോൾ ശരിയല്ല എനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും നിന്നെ ഇനി ഇങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എനിക്ക് കണ്ടെത്തണം. അത് കേട്ടതും നമ്മളുടെ നന്ദനും പ്രഭാവതിയും ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ സിദ്ധാർത്ഥൻ്റെ നേരെ നോക്കി വെക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.